കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ അതിഗംഭീര എപ്പിസോഡുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ഗംഭീര തുടക്കമായിരിക്കും. ആയിരിക്കട്ടെ. അതെ, ആ ഗംഭീര തുടക്കത്തിലേക്ക് നമ്മുടെ 3 ജഡ്ജസിനെ സ്വാഗതം ചെയ്യണം. ബിന്നി ചേച്ചി വെൽക്കം. വെൽക്കം. ഞാൻ അങ്ങനെ വിളിക്കുന്ന ആ സാറിന് ഇഷ്ടം. അതെ, ഓക്കെ. രഞ്ജിനി ചേച്ചി വെൽക്കം, സ്വാഗതം. ഒപ്പം നമ്മുടെ സ്വന്തം എല്ലാമായ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസ് സ്വാഗതം. മ്യൂസിക്കൽ വൈബ്സ് വെൽക്കം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ സ്വന്തം പ്രേക്ഷകർ വെൽക്കം. അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിഗംഭീര അഭിപ്രായമാണ് നമ്മുടെ എപ്പിസോഡുകൾക്കൊക്കെ ലഭിക്കുന്നത്. അപ്പൊ ഇനിയും ഇങ്ങനെ തന്നെ തുടരട്ടെ. അതിന് ഗംഭീരമായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യണം. അപ്പൊ ആദ്യത്തെ പെർഫോമൻസിലേക്ക് അതുകൊണ്ട് നമ്മൾ കടക്കാണ്. അതെ, പവർ ബീറ്റ്സിലാണ് അടുത്ത മത്സരത്തിൽ പാടാൻ വരുന്നത്. അതെ, പെർഫോം ചെയ്യാൻ എത്തുന്നു ശിവാനി. പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കൊടുക്കുമിട്ടു വിൻരഥം കടന്നിത്ര വേഗം ഇങ്ങുമാഞ്ഞുപോയി. നീലനാഭസിൻ മേഘപാടത്തിൽ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കൊടുക്കുമിട്ടു വിൻരഥം കടന്നിത്ര വേഗം ഇങ്ങുമാഞ്ഞുപോയി. തീർത്തുമിന്നും പതക്കങ്ങൾ. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിൻരഥം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിൻരഥം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. നീലനാഭസിൻ മേഘപാടത്തിൽ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം പവനത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിൻരഥം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. ജഡ്ജസ് എങ്ങനെ ഉണ്ടായിരുന്നു ഔസേപ്പച്ചൻ സർ? പാട്ട് കഴിഞ്ഞപ്പോ സാറിന്റെ ഒക്കെ ഒരു കൂലും ഉണ്ടായിരുന്നു. ഞങ്ങള് ജഡ്ജസ് ആണെങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ലേ. അതെ. ഓക്കെ, ഔസേപ്പച്ചൻ സർ, ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ വെർഷൻ കേൾക്കുന്നത്.
രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ ഒരു ഫീമെയിൽ വേർഷൻ കേൾക്കായിരുന്നു. അല്ല അതെ രഞ്ജിനി പറഞ്ഞിട്ടുണ്ട് ഈ പാട്ടുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം പാടണം. ഈ കുട്ടി പാടുന്ന പാട്ടുകളാണ്. അല്ല, ഇത് ലാൽ സാറിനെ ആദരിക്കുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോ. അതിന് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ തന്നെ, കാരണം എല്ലാ പാട്ടുകളും ഫീമെയിൽ സിംഗേഴ്സ് ആയിരുന്നു. MG സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മെയിൽ സിംഗറായിട്ട്. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത പാട്ടാ അത്. ഈ പിച്ചിലെ ആ ഒരു നോട്ട്സ് എത്തുന്നതിന്റെ ബുദ്ധിമുട്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് അവ ഉടനെ ലാലേട്ടൻ പൊന്നാട്ടി ഇടിച്ചില്ലേ? അതത് കേട്ടിട്ടല്ലായിരുന്നു, അതിന് മുമ്പായിരുന്നു. എന്തായാലും എന്റെ പാട്ടിനും ഈ പറഞ്ഞ പോലെ കേറി കഴിഞ്ഞിട്ട് ഇത് റിഹേഴ്സൽ നോക്കുമ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുള്ള അറിഞ്ഞ്. അപ്പൊ ഞാൻ എന്റെ കാര്യം വേഗം അങ്ങ് പറഞ്ഞേക്കാം. താൻ അസലായിട്ട് പാടിയിടോ, എന്ത് രസമായിട്ടാ പാടിയ. എല്ലാ സ്ഥലവും കറക്റ്റ് ആയിട്ട് വീണു എന്നുള്ളതാണ്. ലാസ്റ്റത്തെ എല്ലാം ഇങ്ങനെ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ആ ലാസ്റ്റ് എൻഡിങ് നോട്ട്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു ശിവാനിയുടെ. ദാറ്റ്സ് അമേസിങ്. ഇത് പുൾ ഓഫ് ചെയ്യാനായിട്ട് കാണിച്ചത്. പിന്നെ ആ സാധനം എനിക്കൊന്ന് പറയണമെന്നുണ്ട്. പിച്ചളക്കുണുക്കുമിട്ടു വിൻരഥം, ആ സാധനം ഒന്ന് പഠിക്കും. പിച്ചളക്കൊണുക്കമിട്ടു വിൻരഥം കടന്നിത്ര വേഗമെങ്ങും പോയി. അത് MG സാർ അസലായിട്ട് പാടിയിട്ടിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അത് ഐ തിങ്ക് ആൾക്ക് വളരെ യുണീക്ക് ആയിട്ട് MG സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തതല്ല കേട്ടോ. അത് സെൽഫ് ഇംപ്രവൈസേഷൻ ചെയ്ത സോ ബ്യൂട്ടിഫുൾ. ഇതിലെനിക്ക് ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്കിത് കേൾക്കാൻ രസമുണ്ടായിരുന്നു കേട്ടോ. അത് മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ജിങ്ക് ചക്ക് ചാക്ക് ജിങ്ക് ചക്ക് ജിങ്ക് ചക്ക് ചാക്ക് ജിങ്ക് ചക്ക്. അതെന്തുകൊണ്ടാണ് ജിങ്ക് ചക്ക് ചാക്ക് ജിങ്ക് ചച്ച ജിങ്ക് ചക്ക് സാർ? അതല്ല, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ജിങ്ക് ചച്ചാന്നാ പാടുന്നേ. ജിങ്ക് ചക്ക് താങ്ക് യു ഗൈസ്. ഇന്ന് കാരണം ഇതിൽ ആ പ്രോഗ്രാമിന് വന്ന് പ്ലേ ബാക്ക് സിംഗേഴ്സ് പേര് പറയുന്നില്ല, എന്റെ അതേ ജനറേഷനിലുള്ള എല്ലാവരും ആണ് കോറസ് പാടിയ. അവര് ചോദിക്കുന്നുണ്ട് ജിങ്ക് ചക്കയാണോ ചച്ചയാണോ? ചിലവര് ചക്കാന്നും ചിലവര് ചച്ചാന്നും അവിടെ പാടിയിട്ടുണ്ട്. ചക്ക് എന്ന് കട്ട് ചെയ്യണം, അതാണ് അതിന്റെ ഒരു ഭംഗി. പക്ഷെ അത് ഒരു ഇംപ്രവൈസേഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നു, കാരണം അതിൽ ഔട്ട് ഓഫ് ട്യൂൺ ഒന്നും പോകുന്നില്ലല്ലോ. ജിങ്ക് ചച്ച എന്ന് പറയുന്നതിന് ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ അനുപല്ലവിയൊക്കെ ഫീല് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പറഞ്ഞല്ലോ, വിൻരഥം വിൻരഥം എന്ന് പറയുന്ന അപ്പൊ എനിക്ക് വേറെ കാര്യമൊന്നുമില്ല, നന്നായിട്ട് പാടി. എനിക്ക് ഇങ്ങനെ ഒരു ഫീമെയിൽ വേർഷൻ കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം എനിക്ക് ട്രെയിനിൽ പോകാൻ വലിയ പേടിയായിരുന്നു, പ്രത്യേകിച്ച് ബാത്റൂമില്. അവിടെ മറ്റേ പ്രേതമുണ്ടോ നമുക്ക് ഒരു ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ചേച്ചി ആ ബാത്റൂമിൽ പോകാൻ പ്രേതമാണോ ചേച്ചിക്ക് പേടി? അല്ല, അവിടെ മറ്റേ ബാത്റൂമിൽ പ്രേതം എനിക്ക് ആ ബാത്റൂമേ പേടി. എന്നിട്ട് ആ പേടി പക്ഷെ മാറിയത് വിമൻസ് കോളേജിലെ +1 ഞാൻ +2 പഠിക്കുമ്പോ അന്ന് പ്രീ ഡിഗ്രി ഞാൻ ബാത്റൂമിലേ പോയില്ലേ. ഇപ്പോ +2 പഠിക്കുമ്പോഴേ +1 നമ്മുടെ ഹീറോയിൻ സുചിത്ര, മരിച്ച സുചിത്ര അല്ല, ഈ സിനിമയിൽ ഇതായ ഈ സിനിമയില് മരിച്ച അന്നൊക്കെ ഞാൻ 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഒത്തിരി ഇന്നസെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ എല്ലാം അങ്ങ് വിശ്വസിക്കും. ഒരു സിനിമ കണ്ടാൽ പോലും ഞാൻ അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. പിന്നെ അതാണ് എൻ്റെ ആരിഞ്ഞി അതല്ല എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. +2 ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം, അതായത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് സുചിത്ര വിമൻസ് കോളേജിൽ വന്ന് ചേർന്നു. സുചിത്രയായിട്ട് കണ്ടു, ഫ്രണ്ട്സായി. അതിന് ശേഷമാണ് പിന്നെ മര്യാദയ്ക്ക് ട്രെയിൻ ബാത്റൂമിലൊക്കെ പോയി തുടങ്ങിയത്. പിന്നെ സുചിത്രയായിട്ട് സംസാരിച്ചപ്പോ എന്ത് പറഞ്ഞു ചേച്ചി? ഞാൻ പ്രേതം അല്ലാന്ന് പറഞ്ഞു. അല്ല, അന്നത്തെ ഞാൻ ഈ ആദ്യമായിട്ട് ഈ ചക്കാന്ന് ഡ്രസ്സൊക്കെ ഇട്ട് അതിനകത്ത് ഡാൻസ് ഒക്കെ കളിച്ച ഈ പാട്ടില്. അപ്പൊ അതിനെ കുറിച്ച് അങ്ങനെ ചോദിച്ചു. എപ്പോഴും ഈ നമ്മുടെ കോളേജിൽ ഒരു സിനിമാ നടി ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോ സ്റ്റുഡന്റ്, അത് മ്യൂസിക് കോളേജിൽ മ്യൂസിക്. ഞാനായിരുന്നെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കാന്നറിയോ? പറഞ്ഞേ, മരിച്ച ബാത്റൂമിലേക്ക് സത്യം കേട്ടോ, നിക്കാൻ പോലും തോന്നാത്ത സ്ഥലത്ത് എങ്ങനെ ഈ കുട്ടി കിടന്നു? അതാറ് ഒറിജിനൽ അല്ലാന്നേ, അതൊക്കെ സെറ്റാ. നന്നായി, ട്രെയിൻ സെറ്റാ. അതാ സിനിമയിലൊക്കെ സെറ്റ് അറിഞ്ഞു കഴിഞ്ഞിട്ടും ഈ ഒരു സീൻ വരുമ്പോ എന്റെ അമ്മ ഞാനും അയ്യോ എങ്ക പടുത്തിണ്ടിരിക്കാൻ പാര്. എന്താണേലും മോളെ നന്നായിട്ട് പാടി. ഞാൻ കൂടുതൽ, കാരണം ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നല്ലതായിട്ട് പാടി, നല്ല രസമായിട്ട്, നല്ല ആറ്റിറ്റ്യൂഡോടെ പാടി കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ജഡ്ജസ്.
ഇനി നമുക്ക് മാർക്സ് അറിയാം. മാർക്സ് അറിയാം. എത്രയാണ് നമ്മുടെ ഗ്രൂമേഴ്സിന്? ഇതില് ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ പാട്ടിന് ശരിക്ക് ഡാൻസ് കളിക്കാമായിരുന്നു ആ കുറച്ച്. ശരിയാ. സർ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ നോട്ടൊക്കെ പോകും. അതുകൊണ്ടാണോ അതോ ഡാൻസ് കളിക്കാനുള്ള ഒരു ചെറിയൊരു മടിയുണ്ടാണോ? അല്ല ഞാൻ ഇടയില് സ്റ്റെപ്പ് സാർ 2 സ്റ്റെപ്പ് അപ്പുറത്തിട്ടിരുന്നു സാർ, അതെ. ശ്രദ്ധിച്ചില്ല. സാർ ഞങ്ങൾ കയറി വന്നപ്പോ ഞങ്ങളുടെ ഡാൻസിൽ മുഴുകിപ്പോയതുകൊണ്ട് അതെ. ശരി ശരി. ഓക്കെ, മാർക്കിലേക്ക് മാർക്ക് പറയാം. ശിവാനി, യെസ് മാം. ശിവാനിക്ക് കിട്ടിയ മാർക്ക് 93.5. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. 93.5 നല്ല അതെ, സ്കോർ നല്ല ആണ്. മാർക്കാണ്. Thank you. അപ്പൊ എന്തായാലും ഈ ഘട്ടത്തിലെ ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. 93.5 ഗംഭീര Thank you, മാർക്ക്. thank you so ഗംഭീര much. മാർക്കാണ്. ഇനി അടുത്ത റൗണ്ടിലും ഇതിലും നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. Okay, all the best. Thank താങ്ക് you. യു വെരി മച്ച് വാനി. ഇനി നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് റൊമാൻറ്റിക് വൈബ്. അതാണ്. അപ്പൊ ഈ റൊമാൻറ്റിക് വൈബിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു രേഷ്മ. പൂമാനമേ ഒരു രാ
ലയിച്ച് പാടി അല്ലേ? അതെ. പാട്ട് കഴിഞ്ഞിട്ടും ആ ഫീല് പോയിട്ടില്ലല്ലോ. രേഷ്മ അനങ്ങുന്നില്ല. രേഷ്മ അനങ്ങുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. കുട്ടി എന്തെങ്കിലും മിണ്ടു അതിലങ്ങനെ ലയിച്ച് നിൽക്കുക. ലയിച്ച് നിൽക്കായിരുന്നു. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കുറച്ചു നേരം പാട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു, പാടുന്നു. പക്ഷെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. പാട്ടറിയാത്ത ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ അതെ. പാട്ടറിയുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടോ നോക്കാം. നോക്കാം. ഔസേപ്പച്ചൻ സർ ഇഷ്ടായോ? എക്സലന്റ്. ആഹാ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഈ പാട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയോ? ശ്രുതി താളൊക്കെ പോട്ടെ, അതിന്റെ ഭാവം പോട്ടെ, പക്ഷെ ആ വാക്കുകൾ എന്തൊരു സ്ഫുടമായിട്ടാണ് അതിന്റെ ക്ലാരിറ്റി. താങ്ക് യു സർ. പാട്ട് എന്ന് പറയുന്നത് അതിന്റെ വരികളാ. ആ വരികൾക്ക് നമ്മൾ സ്പഷ്ടമായിട്ട് നമ്മൾക്ക് പറയാൻ പറ്റിയാൽ അവിടെ നമ്മൾക്ക് വീണു. അത് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ബാക്കിയെല്ലാം ശരിയാവും. വരി മനസ്സിലായില്ലെങ്കിൽ അല്ല, അത് സ്പഷ്ടമാക്കാനുള്ള ഒരു നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ, കഴിവുണ്ടല്ലോ, അതില്ലെങ്കിൽ അത് പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെയും തൊടാണ്ട് പോകും. ഇത് പെർഫെക്റ്റ് ആയിട്ടാണ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റിപ്പീറ്റേഷനൊക്കെ ചില വരികൾ വരുമ്പോൾ ചെറിയ ഒരു ശ്രുതിയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല. പക്ഷെ ടോട്ടൽ പാട്ട് കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ ഓക്കെ, മച്ച്. ഞാൻ വെരി ഗുഡ് എന്ന് എഴുതി വെച്ചിരിക്കുക, വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. രേഷ്മ എക്സലന്റ്, താങ്ക് യു മാം. വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. രേഷ്മയുടെ ആ ഒരു സിമ്പിൾ ആയിട്ട് അങ്ങനെ എത്ര ഈസി ആയിട്ടാണ്, എഫേർട്ട്ലെസ് ആയിട്ടാണ് ഇങ്ങനെ 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 ഇട്ട് കൊടുക്കുക. താങ്ക് യു മാം. അതായത് ഇങ്ങനെ മുത്തുകൾ ചിതറുന്ന പോലെ ഒട്ടും ഭാവം നഷ്ടപ്പെടാതെ, സാറ് പറഞ്ഞതുപോലെ ഡിക്ഷൻ, ഫീല്, ശ്രുതി, പിന്നെ ആ ഒരു ഗ്ലൈഡ്, അത് ഇത് എല്ലാം കറക്റ്റായിട്ട് പാടി നമുക്ക് താങ്ക് യു. നമ്മളത് കേട്ട് രസിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ജഡ്ജസ് എന്ന് പറഞ്ഞിരുന്നാലും പലപ്പോഴും നമ്മളെ ഒരു നല്ല ശ്രോതാവാക്കുകയാണ് നിങ്ങളുടെ ജയം. ഞങ്ങളിവിടെ നല്ല അല്ലേ സാറേ, നല്ല ശ്രോതാവായിട്ട് രസിച്ച് എൻജോയ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച്. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ, ഉമ്മ പിടിക്കാം. ഞാൻ ഇവിടെ ഇട്ടോ. താങ്ക് യു ബിന്ദു ചേച്ചി. രേഷ്മ, ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണം? ഒന്നും പറയണോ? ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയണോ? എനിക്കൊന്നും പറയാനില്ല. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പാടി, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി, അത്രയും താങ്ക് യു സോ മച്ച്. ടു ഗുഡ്. എനിക്കൊന്നും പറയുന്നത് എനിക്ക് ഒന്നുമില്ല പറയാൻ. അല്ല, ഒന്നുമില്ല. എന്ത് പറയാനാ? അല്ലല്ല, ആ പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. ഒന്നുമില്ലാന്ന് പറഞ്ഞാ. അല്ലല്ല, ആ പൂ പറിക്കുന്ന പോലെ എന്ന് പറഞ്ഞില്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ് പാടേണ്ടത്. പൂ പറിക്കുന്ന പോലെ പാട്ടിനെ നമ്മൾ സമീപിക്കണം. ചെടി അറിയരുത്. അല്ലാണ്ട് നമ്മൾ വലിയൊരു ഇരുമ്പ് സാധനം മുറിച്ചെടുക്കണ പോലെ ഒരു പാട്ട് പാടാൻ പാടില്ല. അതിന് ഈ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യാം. പൂ പറിക്കാൻ പോരുമോ പോരുമോ അതിരാവിലെ. അതിന്റെയാ. ശരി, വണ്ടർഫുൾ, എക്സലന്റ്, എക്സ്റ്റാറ്റിക്. ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാല്, ഇതുപോലെ എനിക്കിപ്പോ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം എന്റെ എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞാൽ, ഇതുപോലെ പുറത്തിറങ്ങുമ്പോ ആൾക്കാര് തിരിച്ചറിയുന്നു. എവിടെ ചെന്നാലാണെങ്കിലും നമ്മളെ അറിയുന്ന 1-2 ആൾക്കാര് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇന്ന ആളല്ലേ, ആ പാട്ട് നന്നായിരുന്നു, ഈ പാട്ട് നന്നായിരുന്നു. പിന്നെ എന്റെ ഏട്ടന്റെ കാര്യം ചോദിക്കും. ഞാനത് ഇവിടെ പറഞ്ഞിരുന്നതുകൊണ്ട്, ആളെ കാണിച്ചത് കൊണ്ട് അവരും കൂടെ കരഞ്ഞു അത് കാണുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഫീലിംഗ്. എനിക്കതിന് ഫ്ലവേഴ്സിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. അതുപോലെ മ്യൂസിക്കൽ വൈഫ് ടീമിനോട്, മൊത്തത്തിൽ ജഡ്ജസിനോട്, എൻ്റെ ഗ്രൂമേഴ്സിനോട്, എല്ലാവരോടും, ഓർക്കസ്ട്ര ടീം, എൻ്റെ സഹപാഠികളൊപ്പം ഉള്ള ആൾക്കാരെല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഇതൊന്നും സഹപാഠിയോടും ഞാൻ പറഞ്ഞു കൊടുത്തില്ല. നോക്കി നിക്കുവായിരുന്നു. നോക്കിക്കണാണ് സങ്കടം വരും എനിക്ക്. ഇങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് വീട്ടമ്മമാരോട് തന്നെയാണ്. ഇതുപോലെ നിങ്ങൾക്കുള്ള കഴിവുകൾ, അത് എന്ത് തന്നെ ആയാലും ശരി, നമുക്ക് പാടാനുള്ള കഴിവാണെങ്കിലും എന്ത് കഴിവാണെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ പിന്നിലൊരു എക്സ്ട്രാ ബോണായിട്ട് ഒരാൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് എൻ്റെ എക്സ്ട്രാ ബോൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തരുന്നത് ഓരോ പാട്ട് പാടാൻ. ഇവിടെ വരെ എത്താനുള്ള കാരണം അദ്ദേഹമാണ്. അപ്പോൾ അതുപോലെ എല്ലാ വീട്ടമ്മമാരോടും പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ വീടുകളിൽ 4 ചുമരിനുള്ളിൽ ഒതുക്കി വെക്കേണ്ടതല്ല നമ്മുടെ ഒരു ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കുക തന്നെ വേണം. എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ളത്. അതിന് നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ
പിൻവലിയാൻ പാടില്ല, കഴിയണം, അങ്ങനെ നമ്മൾ മുന്നോട്ട് വരണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഇന്നത്തെ കാലത്തെ യുവതലമുറകൾ ആൾക്കാരെല്ലാം കല്യാണം കഴിക്കാൻ ഒരുപാട് മടിക്കുന്നു. കാരണം എല്ലാവർക്കും പേടിയാണ്, ഹസ്ബൻഡ് അത് ചെയ്യും, ഹസ്ബൻഡ് ശരിയാവില്ല. ഒത്തിരി ഇപ്പൊ എൻ്റെ ഫാമിലിയിലേ ഉണ്ട്. അപ്പൊ അവരോടെല്ലാം എനിക്കുള്ളൊരു ഉപദേശം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മ്യൂസിക്കൽ വൈഫ് ഒന്ന് കാണൂ. ഈ കുട്ടികളെ, ഈ ഇരിക്കുന്ന നമ്മളുടെ ഈ പിള്ളേരെ അവരുടെ ഹസ്ബൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നതൊന്ന് കാണും. നിങ്ങൾ ധൈര്യമായിട്ട്, ഇത് വലിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ലോകത്തിന്. ചേച്ചി വേറെ ഒരു കാര്യം കൂടെ എന്റെ കൂടെ വന്നിട്ടുണ്ട്. കുറെ ആൺകുട്ടികൾ ഇപ്പൊ നമ്മൾ പോകുമ്പോ കാണുമ്പോഴേ ഇപ്പം നിസരി പറഞ്ഞ കുട്ടിയും എല്ലാം, അപ്പൊ വൈഫ്സിന് മാത്രമേ ഉള്ളൂ ചേച്ചി. അപ്പൊ മ്യൂസിക്കൽ ഹസ്ബൻഡ് ഞങ്ങൾക്കും പാടാൻ കിട്ടണേ. ശരിക്കും എന്റെ അടുത്ത് 2-3 പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് അവിടെ വെച്ച് നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അവര് കൊള്ളുന്ന വെയിലും അവരനുഭവിക്കുന്നതൊന്നും ആരും കാണുന്നില്ല, അത് അതിനെപ്പറ്റി ആരും പറയുന്നില്ല. അപ്പൊ അവർക്കും വേണ്ടി ഒരു മ്യൂസിക്കൽ ഹസ്ബൻഡും കൂടെ നടത്തണം എന്ന് ഞാൻ ഫ്ലവേഴ്സിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അവിടെ നമ്മൾ വേണം അല്ലേ? അവിടെ നമ്മൾ വേണം. അതെ, നമ്മള് എല്ലാവരും നമ്മള് മതി. അതെ മതി. ഒരു സീസൺ വൈഫ്, ഒരു സീസൺ ഹസ്ബൻഡ്, ഒരു സീസൺ വൈഫ്. അതങ്ങനെ പോയിക്കൊണ്ടിരുന്നോട്ടെ. ഈശ്വര. ഓക്കെ, അപ്പൊ എന്തായാലും രേഷ്മയുടെ മാർക്ക് നമുക്കറിയാം അല്ലേ? ഞാൻ പറയും. പറഞ്ഞു. ആണോ? അതെ, എന്ത് കൂടെ പ്ലീസ്, എന്നെയും കൂടെ പറ്റൂല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഏറ്റവും high പറഞ്ഞു. എനിക്ക് പറയണം. അല്ലല്ല, ഒരക്കം ഞാൻ പറയും, ഫസ്റ്റ് ലെറ്റർ, മറ്റേത് നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു. ശരി, ഓക്കെ. രേഷ്മയുടെ മാർക്ക് ഔട്ട് ഓഫ് 100 90. അടിപൊളി. അപ്പൊ രേഷ്മ ആ ഫീലോട് കൂടി നിന്നതിനൊക്കെ പ്രയോജനമായി. അതെ, വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഘട്ടത്തില് ഏറ്റവും ആദ്യത്തെ ടോപ്പ് പെർഫോമർ ആയിരുന്നു രേഷ്മ. അത് എത്ര മാർക്ക് കിട്ടിയിട്ടായിരുന്നു? അന്ന് 95. 95. ഇന്ന് 98. നമ്മള് മുൻപോട്ടാണ്, വെച്ചടി മുൻപോട്ട്. അതെ, ഓരോ ചൂടും മുൻപോട്ട്. അതെ. ഓക്കെ, ഇനി 100ലേക്കുള്ള ദൂരം വെറും 2 അക്കങ്ങൾ മാത്രം. അത് അടുത്ത റൗണ്ടിൽ നമുക്ക് നികത്താം. നോക്കാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. രേഷ്മ, താങ്ക് യു. കഴിഞ്ഞ ഘട്ടത്തിലെ പോലെ തന്നെ ഈ ഘട്ടത്തിലും ഗംഭീര തുടക്കമാണ്. ഇനിയൊരു റൗണ്ടും കൂടി ഉണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ മിന്നിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കിടക്കാണ്. നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് എന്താ? ഓർമ്മയുള്ള ആളല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്. പവർ ബീറ്റ്സ്. അപ്പൊ പവർ ബീറ്റ്സിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം രമ്യ. la la la
കോറസ് വൃന്ദാവനത്തിൽ നിന്ന് വന്ന പോലെ ഉണ്ട്. രാധയും തോഴിമാരും. കറക്റ്റ് അതുപോലെ ഉണ്ട്. നമുക്ക് രമ്യയുടെ ജഡ്ജ്മെന്റിലേക്ക് കടക്കാം. ഔസേപ്പച്ചൻ സർ. രമ്യ സർ പൊളിച്ചടക്കി താങ്ക് യു. പൊളിച്ചടക്കി. ഇവിടെ ശ്രുതി പോയതിനെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ആ ഒരു പാട്ടിൽ കൊടുത്തിരിക്കുന്ന എന്താ പറയാ വൈബ്, ഈ പാട്ടിന് വേണ്ടുന്ന കംപ്ലീറ്റ് എസൻസ് അതിലിറക്കി. അത് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ കാക്ക ഓരോ പ്രാവശ്യം പാടുമ്പോഴും എനിക്ക് കിട്ടില്ല കാക്ക കാക്ക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വെരി ടഫ്. അത് അങ്ങനെ ഒറിജിനലി അത്രയും സ്ട്രോങ് ആയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആ ചേച്ചിയുടെ സ്ട്രൈറ്റ് ആണ്. ആ അത്രേ ഉള്ളൂ. ഇത് ബ്യൂട്ടിഫുൾ, ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അതാണ് നമ്മുടെ ഇംപ്രവൈസേഷൻ. അതിന് ആ ഒരു ഇമോഷൻ നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അതിലേ നമ്മൾ പിടിച്ചു. കായലിലെ എന്ന് പറയുന്ന സ്ഥലമൊക്കെ മനോഹരമാണ്. ടോട്ടൽ സ്പിരിറ്റ് വാസ് ഫുൾ വോൾട്ടേജ്. എനിക്കൊന്നും പറയാനില്ല. അടിപൊളി. താങ്ക് യു. അങ്ങനെ പാടുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൈന്യൂട്ടായിട്ട് അവിടെ ശ്രുതി അങ്ങനെയൊക്കെ നോക്കിയാൽ ഒരുപാട് നമുക്ക് പറയാം. ഈ പാട്ടിന് എന്തിനാ ഈ ശ്രുതി? അതിപ്പോ ഒറിജിനൽ പാട്ട് പാടിയ ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ ശ്രുതിയൊക്കെ പോയിട്ടുണ്ടാവും. കാരണം അത്ര ഇമോഷൻസ് കൊടുത്ത് പാടുകയാണ്, അപ്പൊ വരുന്നതാണ്. പിന്നെ ഒരൊറ്റ കാര്യം, എന്തൊരു ഇതെങ്ങനെ പാടുന്ന, രണ്ടുപേര് ചുറ്റും കിടന്ന് കറങ്ങി ഡാൻസ് ചെയ്യുന്ന ഇറ്റ്സ് എ ടഫ് ജോബ്. അവര് വരിയായിരുന്നു എനിക്ക് പേടി. ഇവരിങ്ങനെ ചുറ്റും ഇങ്ങനെ പോകുമ്പോഴേ കോൺസെൻട്രേഷൻ പോവും. വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അതൊരു ടെസ്റ്റ് ആണല്ലേ. ഞങ്ങള് കുറച്ചുകൂടെ ടഫറാക്കാൻ വേണ്ടിട്ട്. പക്ഷെ ചെയ്ത് ഡെയിൻ നല്ല ഇമ്പ്രൂവ് ആയി. മീനാക്ഷി ഭയങ്കര രസാ. ഐ അണ്ടർസ്റ്റാൻഡ്. മീനാക്ഷിനെ കുറിച്ച് പറയണ്ടെന്നാണ് പറയുന്നത്. പണ്ടേ ഇമ്പ്രൂവ് ആയിരുന്നു. അതല്ലായിരുന്നു അവന്റെ പ്രോത്സാഹനം. ഞാൻ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം വന്ന് ഡാൻസ് ചെയ്തപ്പോ നിങ്ങൾ എല്ലാരും നല്ലതാന്ന് പറഞ്ഞില്ലേ, പിടിച്ചില്ല. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, 2 പാട്ട് കഴിഞ്ഞതോടുകൂടി 3ാമത്തെ പാട്ടില് ഡെയിൻ ആരായി? ചാറായി. ചാറായി സ്റ്റാറായി. ഞാൻ കേട്ട പ്രശ്നമാണ്. സോറി, സ്റ്റാറായി എന്നാണോ? ഞാൻ ചാറായി കേട്ടത്. സ്റ്റാറായി അതാ പറയണേ. അപ്പൊ ഉള്ളിലെ കലാകാരൻ പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. ഒരു ഡൗട്ട് അതും കൂടി ചോദിച്ചിട്ട്, രമ്യ വീട്ടിലും ഇങ്ങനെ ഭയങ്കര അടിപൊളിയാണോ? വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോ അഴച്ച് പൊളിച്ച് അങ്ങോട്ട് പാടുന്ന ഒരു അത്യാവശ്യം പാടുന്നുണ്ട്. ഡാൻസ് ഇവരൊക്കെ വന്നപ്പോ കൂടെ ഡാൻസ് ചെയ്തെന്നുള്ളു. പക്ഷെ പാട്ടില് ആ നല്ല വൈബുണ്ടായിരുന്നു. ഞാൻ പാടുമ്പോഴും അങ്ങനെ തന്നെ പാടി പഠിക്കുന്നേ. പാട്ടിന്റെ ആ പാട്ട് എന്താണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാം. അങ്ങനെയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചിരിച്ചു തന്നെ ഇവിടെ വന്നതിന് ശേഷം കിട്ടിയത് അത്. ശരി, അത് അറിയാൻ മറന്നുപോയി. ഇവർ ആദ്യത്തെ പാട്ട് പാടുമ്പോ തൊട്ടേ പറയുന്നുണ്ട് ചിരിച്ചിട്ട് വേണം പാടായിരുന്നു. ഗ്രൂമേഴ്സ് അതെനിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയതാ. മുന്നേ അങ്ങനെ അല്ലായിരുന്നു. എന്നെ അത്ഭുതം തോന്നുന്നു. നമ്മള് പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ അല്ലേ. ഇപ്പൊ മാറ്റം വന്നു അല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചിയോ? എന്താ ചേച്ചി? അത് ആ പാട്ടിന്റെ ഒട്ടും സ്വഭാവം ഒട്ടും നഷ്ടപ്പെടുത്താതെ സൂപ്പറായിട്ട് അവതരിപ്പിച്ചു. ഞാൻ ഈ പാട്ട് നോക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് ബിച്ചു തിരുമല സാറിന്റെ എനിക്ക് ലിറിക്സ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഈ പ്രാസങ്ങളും ഇതൊക്കെ വെച്ച് എഴുതാൻ അദ്ദേഹത്തിന് ഭയങ്കര രസം. അതിനകത്ത് തന്നെ കൊച്ചുമകൻ കോതമകൻ കച്ച വാങ്ങാൻ പോയി പോൽ കൊച്ചിയിലെ കായലിൽ കൊച്ചനോ വീണുപോൽ. ആ കായുടെ ഒരു പ്രയോഗം, ഒരു അനുപ്രാസം അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ പെപ്പി സോങ്ങിലും സാധാരണ ഈ ഭയങ്കര മെലഡി ഓർ സെമി ക്ലാസിക്കലിലാണ് ഇങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് എപ്പോഴും വിടാതെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അദ്ദേഹം ഒട്ടും ദൂരെ പാട്ടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടോന്നറിയാമോ? ബിച്ചു തിരുമല സാറ്, ONV കുറുപ്പ് സാറ്, പിന്നെ എല്ലാം ഒരു പണ്ടത്തെ ഒരു എല്ലാവരും. അതുപോലെ പരുന്തും മരുന്തുമായി മാറാം. അവിടെ തൃതീയാക്ഷര പ്രാസം കതിരും പതിരും കലരാം. ഇങ്ങനെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് വേറെ വേർഡ്സ് ഒക്കെ നമുക്ക് ചേർക്കാലോ. പക്ഷെ അതിന് ചേർത്ത് കൊടുക്കുന്ന ആ പ്രാസങ്ങൾ
കൊണ്ടുവരുന്നത്. ഞാനതിങ്ങനെ നോക്കി ഭയങ്കര രസമായിരുന്നു അത്. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം കതിര് പതിര് ആ തീ ഇങ്ങനെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഈ കായുടെ അനുപ്രാസം വരുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് പാടാനും പഠിക്കാനും അത് ഹൃദയത്തിലേക്ക് എടുക്കാനും ഇതുപോലുള്ള ഈ ഗ്രാമേഴ്സ് ചേർക്കുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ അത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അവരൊക്കെ ദേ ആർ ഗ്രേറ്റ് 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 പീപ്പിൾ. നമസ്കാരം. അപ്പൊ എന്താണേലും സൂപ്പറായി. ഗോഡ് ബ്ലെസ് യു. ഓക്കെ ചേച്ചി. രഞ്ജിനി ചേച്ചി. രമ്യ, എന്തോ ഇവിടെ പാടുന്ന എല്ലാ ഫാസ്റ്റ് സോങ്സും എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഇതും എന്റെ വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ സിനിമയിലെ രാജാ സാറിന്റെ കോമ്പോസിഷൻ അല്ലെ, ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായിരുന്നു BGM, എന്ത് രസമായിട്ടാണ് എല്ലാരും. അമേസിങ് ട്ടോ, അടിപൊളിയായിരുന്നു. എല്ലാ ഓരോരോ ഫാക്ടേഴ്സ് അതിൽ ഭയങ്കര രസമായിരുന്നു. ഓരോരോ കാര്യങ്ങൾ അതിൽ വായിച്ചതും പാടിയപ്പോ എന്തായിരുന്നു എനർജി, നല്ല രസമുണ്ടായിരുന്നു. അത്രയും ഹൈയില് ഇടയ്ക്ക് അനുപലവിയിൽ എന്തോ ഒരു ചെറിയ എത്തായിക ഉള്ളത് ശരണത്തിൽ ഇവര് വന്നപ്പോ എത്തി. എനിക്ക് നേരെ തിരിച്ചാണ് അഭിപ്രായം. ആക്ച്വലി ആരെങ്കിലും ഒക്കെ കൂടെ ഉള്ളപ്പോ യു ഫീൽ മോർ സപ്പോർട്ട്. അതെ, അങ്ങനെ അപ്പൊ കൂടുതൽ നമ്മൾ ഇതായിക്കോ. ഒറ്റയ്ക്ക് നിന്ന് പാടിനേക്കാളും കൂടുതൽ എനിക്ക് ആരെങ്കിലും ഒക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് പെട്ടെന്ന് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ്. എനിക്ക് സാർ പറഞ്ഞത് നേരെ തിരിച്ചാണ്. അത് എനിക്ക് എന്റെ അനുഭവം ഞാൻ പറഞ്ഞു. അതായത് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഇനാഗുറേഷന് വയലിൻ വായിച്ചു. സാധാരണ വയലിൻ വായിക്കുമ്പോൾ നമ്മൾ വയലിൽ നിന്ന് വായിക്കുന്നു, ഓർക്കസ്ട്രക്കാർ വായിക്കുന്നു, ഇത്രയേ ഉള്ളൂ. മാക്സിമം ഒരു പാട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് അന്ന് കുറെ ജിംനാസ്റ്റിക് ആൾക്കാർ ഡാൻസ് വന്നിട്ട് എനിക്ക് ഞാൻ വായിക്കുന്നത് തന്നെ ഞാൻ മറന്നു പോവുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം അത്രയും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സാർ ഇന്നത്തെ കാലത്തേക്ക് ഒരു ഗാനമേളയ്ക്ക് സാർ വന്നാൽ മതി, അത് ശരിയാ, ഇത് മാറും. കാരണം അവസാനത്തെ 4 പാട്ടൊക്കെ ആവുമ്പോഴത്തേക്കും ആ വീട്ടിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷനിലുള്ള സകല ആൾക്കാർ സ്റ്റേജിലുണ്ടാവും. പിന്നെ ഇടയിൽ കൂടെ നമ്മൾ പാടിയേ പറ്റൂ, അല്ലാണ്ട് നിർത്തിയിട്ട് പോകാനൊന്നും പറ്റൂലല്ലോ. ഈ രഞ്ജിനി പറഞ്ഞപ്പോ ഇപ്പൊ ഇങ്ങനത്തെ പാട്ടിന് എല്ലാരും വന്ന് നമുക്കൊരു ഇതുണ്ട്. ഇത് ചില ഈ കച്ചേരിയൊക്കെ ഞങ്ങൾ കർണാട്ടിക് ചെയ്യുമ്പോൾ ലാസ്റ്റ് നിർത്തണ നേരത്ത് ചില ഭജൻ പാടും. ഈ ഭജനിലാണെങ്കിൽ സംഗതികളൊക്കെ കാണും. ആ നേരത്ത് ഒരുപാട് പേര് ഇപ്പം ഡാൻസ് ഈ ഗോപി ഗോപാല ബാലരാസമണ്ഡലമാഹേ താതദേഹിദാസുദംഗ നിരതദദഹി മാഹേ ഗോപി ഈ ഇങ്ങനത്തെ സംഗതി എടുക്കണ നേരമാണ്. എല്ലാരും ഗോപി ഗോപാല എല്ലാരും ചാടി വരും. ഇങ്ങനെയുള്ള സംഗതികൾ പറഞ്ഞു നമ്മളിവിടെ കാരണം എല്ലാരും ചുറ്റും ഡാൻസ് കളിക്കണം. എനിക്ക് അനുഭവമായിട്ടുണ്ട് അത്. അപ്പൊ സംഗതി ഇല്ലാത്ത പാട്ടുകളാണെങ്കിൽ രാമായണക്കാറ്റേക്ക് നല്ല സംഗതിയുള്ള ഏറ്റവും ഉച്ചയിലുള്ള പാട്ടുകളൊക്കെ പാടുമ്പോ ആൾക്കാർ ഇങ്ങനെ ചാടുക. എന്താ ചെയ്യാൻ പറ്റും. ഞങ്ങളെ ഇതൊന്നും ഏശാത്ത രീതിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്താ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊന്നും ബാധിക്കരുത്. അതാണ് പറഞ്ഞു വരണേന്റെ ഇതിവൃത്തം. ഓക്കെ, അടിപൊളിയായിരുന്നു രമ്യ. ഐ റിയലി ലൈക്ട് ഇറ്റ്. ബാക്കി മാർക്കിലൂടെ അറിയുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ. അപ്പൊ ഗ്രൂമേഴ്സ് എത്ര മാർക്സ് ആണ് രമ്യക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം 100-ൽ എത്ര മാർക്കാണ് രമ്യക്ക് ജഡ്ജസ് നൽകുന്നതെന്ന് അറിയാം. ജഡ്ജസ് അപ്പൊ എത്ര മാർക്സ് ആണ് രമ്യക്ക് നൽകുന്നത്? രഞ്ജിനി ചേച്ചി. ഓക്കെ, ഫസ്റ്റ് കൈപൊക്കി രഞ്ജിനി ചേച്ചി. രമ്യ 100-ൽ രമ്യയുടെ മാർക്ക് 95.5. താങ്ക് യു സോ മച്ച്. 95.5 on 100. നല്ല മാർക്സ് ആണ്. ഗംഭീര മാർക്കാണ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ ലഭിച്ചിട്ടുള്ളത്. ഇനി റൗണ്ട് കൂടി ഉണ്ട് ഈ ഘട്ടത്തിൽ. എല്ലാരും എക്സ്പീരിയൻസ് പറഞ്ഞില്ല, ഞാനും എന്റെ എക്സ്പീരിയൻസ് പറയൂ. ഫസ്റ്റ് കാതോട് കാതോരെന്നുള്ള പാട്ടാണ് പാടിയത്. അത് എന്റെ സാറ് ഷെയർ ചെയ്തത് ലതിക ടീച്ചർ അത് കണ്ടിട്ട് ടീച്ചർ അത് FB-ല് ടീച്ചർ ഷെയർ ചെയ്തിരുന്നു ആ പാട്ട് ഞാൻ പാടുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ രണ്ടാമത് പാടിയത് കുടമുല്ലക്കടവിൽ എന്നുള്ള പാട്ടാണ്. അതും അൽഫോൻസ് സാർ അത് സാറിന്റെ ഇൻസ്റ്റഗ്രാമിൽ അത് ഷെയർ ചെയ്തു. അതെനിക്ക് ഇത് രണ്ടും ഒരു അവാർഡ് കിട്ടിയ ഒരു സന്തോഷാണ്. എന്റെ അടുത്ത് എന്തേ ഷെയർ ചെയ്യാഞ്ഞെന്നാണോ ചോദിക്കുന്നത്? ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടാവല്ലോ. വാക്കുകൾ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. പാടിയല്ലോ. നമ്മള് സാധാരണ സ്കൂള് വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ നടക്കല്ലേ.
അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് പറഞ്ഞാൽ എനിക്കതാ പറഞ്ഞ ഒരു അവാർഡ് കിട്ടുന്ന ഒരു അങ്ങനെ ഒരു ചാൻസ് നമുക്ക് ഈ ഒരു സമയത്ത് തന്ന ഫ്ലവേഴ്സ് ഞാൻ എപ്പോഴും നന്ദി പറയാറുണ്ട്. വീണ്ടും 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 നന്ദി. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ശ്രീകണ്ഠൻ നായർ സാറിനെ കാണണമെന്നുള്ളത്. എനിക്ക് പറയാൻ പറ്റുമോ തന്നെ അറിയില്ല. അതെ സാറ് നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരെയും. അതെ എല്ലാരും കാണാൻ വരും ഒരു ദിവസം. എല്ലാരോടും നമ്മൾ നന്ദി, കാണുന്നവരോടൊക്കെ നമ്മൾ താങ്ക്സ് നേരിട്ട് പറയാറുണ്ട്. പക്ഷെ സാറിന്റെ അടുത്ത് ശരിക്കും നേരിട്ട് പറയണം എനിക്ക് മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകും ആഗ്രഹം. മക്കളെ ഞാൻ അധികം മിണ്ടണ്ട, എനിക്ക് തോന്നുന്നു നാളെ പാടാനുള്ളതാ. കരിശിലങ്ങണ്ണിക്കീരിയോ അതോ എന്തെങ്കിലുമൊക്കെ കിട്ടിയോ അതൊക്കെ വായിലിട്ട് കഴിക്കും. ഒന്നും വേണ്ട, തേൻ ഇച്ചിരി കുടിച്ചിട്ട് തൊണ്ടയിൽ നിർത്തൂ. അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ. എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫിറ ഫുഡ്സിന്റെ ഓട്സ് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ ഡൺ. ക്ഷീണം വന്ന ഫിറ ഫുഡ്സ്. ഓക്കെ ഓക്കെ. അപ്പോൾ 95.5 ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഒരു റൗണ്ടും കൂടി ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. സാറേ ഇത് കേട്ടിട്ടുണ്ടോ? ഒരു ചെറിയ തമാശ ക്വസ്റ്റൻ അല്ല. അടുത്ത PJ. നമ്മൾ ഒരുപാട് നമുക്ക് പലർക്കും ദുഃഖം ഉണ്ടല്ലോ. അപ്പൊ നമ്മളെ എല്ലാ ദുഃഖവും കളയരുത് അത്രേ. ദുഃഖം കുറച്ച് നമ്മൾ സൂക്ഷിച്ചു വെക്കണമെന്ന്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന്. ഇതിന് ഒരു ഓസ്കാർ അവാർഡ് കിട്ടാം. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഷോ കഴിയാറാവുമ്പോ എന്തൊക്കെ അവാർഡ് എനിക്ക് വയ്യ കേട്ടോ. ഇത് എന്തോന്നത് ഞങ്ങളിത് തുടങ്ങുമ്പോ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞങ്ങളുടെ ഇതേപോലത്തെ തമാശകളൊക്കെ ഏൽക്കുവോ, ആരെങ്കിലും ഒക്കെ ചിരിക്കോ? ഇതിപ്പോ ഞങ്ങൾക്ക് പറയാൻ കേപ്പില്ല. ഇത്രയും വലിയ മ്യൂസിഷ്യൻ നമ്മൾ എങ്ങനെ ചെന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ തമാശയൊക്കെ പറയും? ബിന്നി ചേച്ചി, ഞാൻ ഒരു ഷോയിൽ എന്തോ കണ്ടിട്ടുള്ളൂ. ബിന്നി ചേച്ചി, രഞ്ജിനി ചേച്ചി പിന്നെ കുറച്ചുകൂടെ മറ്റേ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടുന്നോണ്ട് കുറച്ചുകൂടെ കൂൾ വൈബാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ 3 പേരെ ഞങ്ങൾ തോൽപ്പിച്ചു. വിഷമായി പോയി. അപ്പൊ എന്തായാലും തമാശകളൊക്കെ നമ്മൾ മാറ്റി വെക്കുകയാണ്. ഒന്നുകൂടി ഇച്ചിരി റൊമാൻറ്റിക് ആവാൻ വേണ്ടി പോവാണ്. റൊമാൻറ്റിക് വൈബ്സിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നു നമ്മുടെ സ്വന്തം നിമിഷ.
വെരി സ്വീറ്റ്. നിമിഷ എന്തോ എങ്ങനെ പാടാൻ പറ്റി? നന്നായി പാടാൻ പറ്റിയോ? നന്നായിട്ട് പാടാൻ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല? ഫീല് ടെൻഷൻ കൂളായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു, കുറച്ച് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. ആ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് എങ്ങനെ വന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ബിനി ചേച്ചി. നിമിഷക്കുട്ടി, എന്തോ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോ എവിടേക്കോ ഒന്നൊരു കീറി മുറിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒന്ന് ആ ഫിലിമിന്റെ സിറ്റുവേഷൻ അതൊക്കെ, പക്ഷെ എന്തോ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ഫേവറേറ്റ് സോങ് ആണ് എൻ്റെ. ഇപ്പൊ നിമിഷ നല്ല ഒരു സെലക്ഷനാണ് ചെയ്തിരിക്കുന്നത്. നിമിഷയ്ക്ക് ഈ പാട്ട് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത്, അതായത് ഈ സംഗതി അങ്ങനെ പാടണം, ആ സംഗതി ഇങ്ങനെ പാടണം, അതൊക്കെ അറിയുന്നതിന് മുമ്പ് കുഞ്ഞിലെ അമ്മ എനിക്ക് പണ്ടേ പാടാൻ പറഞ്ഞു തന്ന് പഠിപ്പിച്ച ഒരു പാട്ടായിരുന്നു ഇത്. അത് കഴിഞ്ഞത് വിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു പിന്നെ വീണ്ടും പൊടി തട്ടി എടുത്തത് ഇപ്പോഴാണ്. നിമിഷ നന്നായിട്ട് പാടി. താങ്ക് യു. കാരണം ചില പാട്ടുകളിൽ നമുക്ക് ഇപ്പം സാർ എപ്പോഴും പറയണ പോലെ ആ ഒരു ഫീലുണ്ട് ചില പാട്ടില്. ആ ഫീല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ സാറേ, പിന്നെ നമുക്ക് ഒന്നും വേറൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയാ തോന്നിയത് അല്ലേ സാറേ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ ഒരു ഫീല് നല്ല നല്ല ഫീലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ എന്താ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, എന്തിയാ നമ്മുടെ കുഞ്ഞാവ എവിടെ? പുറത്തുണ്ട്. അമ്മയുടെ ചേച്ചിയുടെ കയ്യിലാ, വല്യമ്മയുടെ കയ്യിലാണ്. ആണോ? നിമിഷ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ നിമിഷ സംസാരിക്കുമ്പോഴും ശബ്ദം അങ്ങനെ തന്നെയാണ്. ഇതിനെ ഒരു കമന്റ് പറയുകയാണെങ്കിൽ, ഇത് ചിത്ര വളരെ നിഷ്കളങ്കമായിട്ട് ഒരു വളരെ ചെറുപ്പത്തിൽ പാടുന്ന പോലെ അങ്ങനെ നിഷ്കളങ്കമായിട്ട് പാടിയ പാട്ടാണ്. പക്ഷെ അതിൻ്റെ ഫീൽ ഒട്ടും ചോരാതെ ഒരു മച്വേർഡ് ഒരു പെൺകുട്ടി കുറച്ച് മച്വേർഡായ ഭാവമൊക്കെ കൊടുത്ത് പാടിയാൽ എങ്ങനെ ഇരിക്കും, അതേമാതിരി തോന്നി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആ ശബ്ദത്തിലൊരു മച്യൂരിറ്റി. കാരണം യുവർ വോയിസ് ഈസ് തിക്കർ വോയിസ്. ചിത്ര വളരെ ലൈറ്റായിട്ട് നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ബട്ട് യു ആൾസോ സാങ് സോ ബ്യൂട്ടിഫുള്ളി ഇൻ യുവർ വോയിസ്. അത് തിക്കാണ്. ഈ രണ്ട് പാട്ടും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. എവറിഥിങ്. ഇത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മനോഹരമായിട്ടുള്ള, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് സോങ് ഒന്നുമല്ല. പക്ഷെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഇരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ഫീല്, അതിന്റെ ഓരോ വാക്കുകൾക്കും നമ്മൾ അർത്ഥം ആലോചിച്ചിട്ട് പാടില്ലേ. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ബ്രത്ത് ശരിയാവോ എന്നുള്ളൊരു, ശ്വാസം ശരിയാവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രൂമേഴ്സ് എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി ഓവർ കോൺഷ്യസ് ആയി പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഞാനത് ആലോചിച്ചത് ഫുള്ള് ഫുള്ളൊരൊറ്റ വരിയാണത്. അതെ അതെ, കറക്റ്റ് ആയിട്ട് എടുത്തു. നേരത്തെ നമ്മളിവിടെ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മൾ പാടാൻ കച്ചകെട്ടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് പാടിക്കോളൂ. ഒന്നും നമ്മൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വല്ലതും വരും, പക്ഷെ പാടുന്ന നേരത്ത് നമ്മളെ ദ്രോഹിക്കില്ല. അങ്ങനെ സംഗീതത്തിന് അങ്ങനെ ഒരു ചില ഗുണങ്ങളുണ്ട്. പക്ഷെ ആത്മാർത്ഥമായിട്ട് പാടണം. നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. അതിപ്പോൾ ഇവിടെ മനസ്സിലിരുത്തി നന്നായിട്ട് പാടി. ഇൻ യുവർ വോയിസ്, ഇൻ യുവർ വോയിസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. രഞ്ജിനി ചേച്ചി. നിമിഷ, എന്തോ എലിമിനേഷൻ റൗണ്ട് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അതെ, വളരെ ഹാപ്പി ആയിരുന്നു. ആ നേരത്തെ ഞാൻ കണ്ടിരുന്നു മുഖത്ത് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു നിമിഷ. അതെ അതെ. ജഡ്ജസ് 5 പേരാണ് ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. രണ്ടുപേരെ മാത്രമാണ് നമ്മൾ നിന്നാക്കുള്ളൂ. ദിവ്യക്ക് 93.5 ഹയസ്റ്റ് മാർക്ക്. ഭാഗ്യലക്ഷ്മിക്കും നിമിഷയ്ക്കും 92 വന്നു. നന്നായി, അതുകൊണ്ട് ഒരാൾ എക്സ്ട്രാ കയറാൻ പറ്റി. അല്ലെങ്കിൽ 2 പേരെ കയറുള്ളൂ. അതായത് നിങ്ങൾക്ക് ആ 92 ആയതുകൊണ്ട് 2 പേർക്കും വന്നത് കൊണ്ടാണ് ഞങ്ങൾ സ്പെഷ്യൽ സാങ്ഷൻ എടുത്ത് നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ 2 പേര് ഔട്ട് ആകുന്നതിന് പകരം 3 പേരും ഇന്നായി. അതിന്റെ മുഴുവനും ആ ഒരു നന്ദിയും ആ ഒരു സന്തോഷവും മുഴുവനും ഈ പാട്ടിൽ കൊണ്ടുവരാൻ പറ്റി. കാരണം അസലായിട്ട് പാടി, വളരെ ഫ്ലോലെസ് ആയിട്ട്, അതൊരു ഒഴുകി പോകുന്ന പോലെ. അല്ല, എന്നോട് പറഞ്ഞായിരുന്നല്ലോ ഫീല് കൊണ്ടുവരണം, ഫീലിൽ പാടണം എന്നൊക്കെ കഴിഞ്ഞ പാട്ട് പാടിയപ്പോ എന്നോട് പറഞ്ഞായിരുന്നു. അതെ, അപ്പൊ അത് മനസ്സിൽ വെച്ച് തന്നെയാ ഞാൻ പിന്നെ പാടിയത്. ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഇത്രയും കാര്യമായിട്ട് എടുത്ത് പാടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. താങ്ക് യു ഫോർ ലിസണിങ് ടു എവ്രി വൺ കേട്ടോ. പറയുന്ന എല്ലാവരും പറയുന്നത് അത്രയും ശിരസാ വഹിച്ചത് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പാട്ടില് ആ വികാരം മുഴുവനും കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിന്റെ എസൻസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ടു ദ ടി.
യു ഹാവ് സങ് ഇറ്റ്. Thank you. വളരെ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റും. അസലായിരുന്നു, ഒന്നും പറയാനില്ല, Thank you. ഒന്നും പറയാനില്ല. നമുക്കെന്നാ വാവയെ വിളിച്ചാലോ? വാവയെ കാണാൻ ഞങ്ങൾ എല്ലാവരും നമ്മുടെ പ്രേക്ഷകരടക്കം കാത്തിരിക്കുക. അതെ, നമ്മുടെ ബിന്നി ചേച്ചിക്കുള്ള ഒരു സർപ്രൈസ് കൂടെയാണത്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് വാവേനെ കൊണ്ടുവരാൻ പറയാം. കൊണ്ടുവരാൻ പറയാം. ഒട്ടുതൊട്ടു പൊന്നുമണി മുത്തിനൊത്ത മഞ്ഞുമണി കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുഴിഞ്ഞു നോക്കാതടി. പൊട്ടു തൊട്ടു പൊന്നുമണി മുത്തിനൊത്ത മഞ്ഞുമണി കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുഴിഞ്ഞു നോക്കാതടി. പൊട്ടു തൊട്ടു പൊന്നുമണി. ബിന്നി ചേച്ചി ആദ്യം കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഒരു പേര് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ആ പേര്? പാവനി. 72 മേളകർത്ത രാഗത്തിലെ 41ാമത് രാഗമായ പാവനി. 41ാമത്തെ മേളകർത്ത രാഗമാണ് പാവനി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഏറ്റവും പരിപാവനമായത് എന്നാണ് അതിന്റെ അർത്ഥം. അതെ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാന്തുമ്പി കണ്ണും അങ്ങനെ ഒരു പേര് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നു. അതെ. അപ്പൊ ബിന്നി ചേച്ചി, അപ്പൊ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അതെ, നിമിഷ തന്നെ ബിന്നി ചേച്ചി അറിയിച്ചോളൂ. മാം തന്നെ ആ പേരൊന്ന് കുഞ്ഞിന് ഇടണം. അപ്പൊ കുഞ്ഞിന്റെ പേര് ഫിക്സ് ആക്കിയോ? ബിന്നി ചേച്ചി ചെവിയിൽ വിളിക്കണം, അതാണ് ആഗ്രഹം. 3 പ്രാവശ്യം എന്റെ ജീവിതത്തില് ഇത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസില് എന്റെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇങ്ങനെ ഒരു അനുഭവം അത് വളരെ എന്റെ ഭാഗ്യമാണ്. അതിന്റെ ഭാഗ്യം ഞങ്ങൾക്ക്. അയ്യോ, എനിക്ക് ഒരുപാട് ഞാൻ എങ്ങനെ എന്താ പറയണ അല്ലാതെ ഫീൽ ചെയ്തോട്ടെ. എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞ ആ ഒരു ഇവരെത്ര വില കൊടുത്തു എന്ന് ആലോചിച്ചു. ജഡ്ജ്മെന്റ് മാത്രമല്ല, എല്ലാ കാര്യത്തിലും. അയ്യോ, അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പോ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മള് ഫ്ലവേഴ്സിന് ഒരുപാട് ഓബ്ലിഗേഷൻസ് ഉണ്ട്. ഈ കുഞ്ഞിന് ഇപ്പൊ നമ്മള് പറയില്ലേ, ഞാൻ പറയാം, ഇപ്പൊ ഫ്ലൈറ്റിൽ പോകണം നേരത്ത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ആ കുഞ്ഞിന് ലൈഫ് ലോങ് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഫ്ലവേഴ്സില് ലൈഫ് ലോങ് ഈ കുഞ്ഞിന് മ്യൂസിക്കൽ ലൈഫിന്റെ കുഞ്ഞാണ്. മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഷോയിലൂടെ ലോകത്തിലാദ്യമായിട്ട് നമ്മളൊരു പേരിടൽ ചടങ്ങ് ഈ വേദിയിലൂടെ നടത്തുവാണ്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ജഡ്ജ് തന്നെ. അതെ. അപ്പൊ ബിന്നി ചേച്ചി കയ്യിലെടുത്തോ. അങ്ങനെ ബിന്നി ചേച്ചി സജസ്റ്റ് ചെയ്ത പേര് തന്നെയാണ് നിമിഷ കുഞ്ഞിന് ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വേദിയിലൂടെ ഒരു പേരിടൽ ചടങ്ങാണ് കാണാൻ പോകുന്നത്. തങ്കത്താമര നൂലിന്റെ പാവു ചുറ്റി ചുണ്ടിൽ ചന്തമിഴുന്നൊരു കൊഞ്ചലിട്ട് മെല്ലെ വാ നിനവേ നീയാലോലം പിഞ്ചിളം പദമായി മായാലോ. പാവനി പാവനി പാവനി. ധനധാന്യ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യം ഭവന്തു. എപ്പോഴും എന്നും ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് പരിപാവനമായ മനസ്സോടെ ഏറ്റവും ആരോഗ്യമായിട്ട് 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഈ മോൾ ഒരു വലിയ പാട്ടുകാരിയായിട്ടും വരും എന്ന് ഞങ്ങളുടെ എല്ലാം മനസ്സ് പറയുന്നു അല്ലേ. ഈ ഫ്ലവേഴ്സിൽ തന്നെ ഈ കുഞ്ഞ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരട്ടെ. അടിപൊളി അടിപൊളി. നക്ഷത്ര പെണ്ണേ
മുങ്ങിടി മുങ്ങിടി പൊന്നിൽ മുങ്ങിടി കൂരിരുകി. അതായത് ഈ രാഗം എന്താണെന്ന് വെച്ചാൽ 41ാമത്തെ മേളകർത്ത രാഗമാണെന്ന് പറഞ്ഞല്ലോ. സാരി ഗ മാ പധാനി സാ സാനി ദോ പ മാ ഗാരി സാ. जय धन दसख धनि के ध्याये विजय चंद ध्यारे ध्येये. जय धन दसख धनि के ध्याये विजय चंद ध्यारे ध्येये. जय धनद सख ധനികേ. വളരെ ബ്യൂട്ടിഫുൾ രാഗമാണ്. ഇതന്നെ ഗുരുജി ബാലമുരളീകൃഷ്ണ അദ്ദേഹത്തിന്റെ ഒരു കോമ്പോസിഷന്റെ പല്ലവിയാണിത്. വളരെ അർത്ഥവത്തുള്ള ദേവി പേരാണത്. അപ്പൊ ഈ കുഞ്ഞു വഴി നിങ്ങളും എല്ലാവരും ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കും. ഇതിൽ പരം എന്തെങ്കിലും ഒരു വലിയ കാര്യം സംഭവിക്കാനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്കും ഇതൊരു പ്രൗഡ് മൊമെന്റ് ആണ് ശരിക്കും എന്റെ ജീവിതത്തിലെ. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പേരിടൽ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു മറ്റൊരാൾക്കും ലഭിക്കാത്തൊരു വലിയ ഭാഗ്യമാണ് ഭാവനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു സാന്നിധ്യത്തിൽ അനുഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ പേരിടൽ ചടങ്ങ് നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാവനിക്കുട്ടി അറിയുന്നുണ്ടാവോ ഔസേപ്പച്ചൻ സാറിന്റെ അടുത്ത് നിന്ന് ബിന്നി ചേച്ചിയുടെ കയ്യില് രഞ്ജിനി ചേച്ചി മൈക്ക് പിടിച്ച് കൊടുത്താണോ എനിക്കത് പിന്നീട് ഇവിടെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു തന്നെ ചോദിച്ചു മേടിച്ച് വെക്കണം കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് ഇവിടെ തന്നെ വെച്ചറിഞ്ഞാലോ ഔസേപ്പച്ചൻ സാർ? പാവനിക്കുട്ടി അമ്മയ്ക്കുള്ള മാർക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന് നോക്കാം അവിടെ. അപ്പൊ നിമിഷയുടെ മാർക്ക് ഔട്ട് ഓഫ് 100 95. കഴിഞ്ഞ ഘട്ടത്തിൽ എലിമിനേഷനിൽ എത്തി അവിടെ നിന്ന് തിരിച്ചെത്തിയ ആളാണ് ഇപ്പൊ 95 മാർക്സ് മേടിച്ചിരിക്കുന്നത്. അടിപൊളി, നല്ലൊരു കൈഡ് കൊടുക്കാട്ടോ. കഴിഞ്ഞ റൗണ്ടിൽ തീയിൽ കുരുത്തു, ഇനി വേലത്ത് പാടില്ല. നമ്മളിവിടെ ഇതൊക്കെ ഇങ്ങനെ വളരെ ആഹ്ലാദത്തോടു കൂടി പറയുമ്പോൾ കോമ്പറ്റീഷനിലിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ സന്തോഷമാണ് അതിനേക്കാൾ ക്ലാപ്പിംഗ് ആൻഡ് എൻജോയിങ് ഇറ്റ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ജഡ്ജസ്, നിങ്ങളോട് വലിയൊരു നന്ദി. നിറത്തിങ്കളെ മറുപൈതലേ ഇനി എന്നുമെൻ പൊന്നുണ്ണിയല്ലേ. ഹാപ്പി ആയല്ലോ? ആർക്കും ലഭിക്കാത്ത ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. ഒരു വലിയ ചടങ്ങ് കഴിഞ്ഞ് നിൽക്കുവാണ്. നല്ല മാർക്സ് ലഭിച്ചു നമുക്ക് ഈ റൗണ്ടിൽ. ഇനി ഇതാ അച്ഛനും അമ്മയും. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല അല്ലെ? നമ്മൾ ആദ്യമായിട്ടാണ്. എന്റെ കൂടെ സ്ഥിരം വന്നോണ്ടിരുന്നത് എന്റെ വെല്ലുമ്മയാണ്. അതെ, അപ്പൊ അച്ഛനും അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ ഞങ്ങളെ. അച്ഛന്റെ പേര് മുരളി, അമ്മയുടെ പേര് നിഷ. ഒരു അനിയനുണ്ട് നിർമ്മൽ, അവൻ സിംഗപ്പൂരാണ്. അവനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. എലിമിനേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ചേച്ചി കയറി വരണം എന്ന് അവൻ ഇങ്ങനെ സ്ഥിരം പറഞ്ഞ് എന്നെ ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഇനി മിണ്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഒരു അനിയനുണ്ട്. പിന്നെ അച്ഛൻ ബാങ്കിലായിരുന്നു, കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ആയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ, കൊടക്കച്ചിറ. അമ്മ കേരള ബാങ്ക് ഉഴവൂർ ബ്രാഞ്ച് മാനേജറായിട്ട് റിട്ടയർ ആയതാണ്. അച്ഛനാണ് എന്നെ കുഞ്ഞിലെ മുതലേ എന്നെ പാട്ടിന് വേണ്ടിയിട്ട് ഇത്രയും പ്രോത്സാഹിപ്പിച്ച് ഞാനൊരു വലിയൊരു പാട്ടുകാരി ആവണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോർ നിൽക്കണം, ഒരു സിനിമയിൽ പാടണം, അല്ലെങ്കിൽ പല പല അവസരങ്ങൾ കിട്ടണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് അങ്ങനെ കൊണ്ടു നടന്ന ഒരാളാണ് അച്ഛൻ. പിന്നെ കലോത്സവങ്ങളൊക്കെ വരുമ്പം, ഇപ്പം എവിടെയാണ് സ്റ്റേറ്റ് കലോത്സവമെങ്കിലും അവിടെ പോയിട്ട് ലളിതഗാനവും മാപ്പിളപ്പാട്ടും അതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട്, ഒരു കുഞ്ഞ് റെക്കോർഡർ ഉണ്ടായിരുന്നു, ടേപ്പ് റെക്കോർഡർ. അപ്പം അതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ട് വന്ന് അത് കേട്ട് പഠിച്ചാണ് ഞാനും സ്റ്റേറ്റിലും ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ പോയിട്ടുള്ളതൊക്കെ. ശരിക്കും അച്ഛൻ അതുപോലെ പാട്ടിന് ഭയങ്കര താല്പര്യമായിരുന്നു ഞങ്ങളൊന്ന് കയറി വരണം എന്നുള്ളത്. അച്ഛനമ്മയോ പാട്ടങ്ങനെ പാടുവോ?
അച്ഛൻ പാട്ട് പാടും. അച്ഛന്റെ ഒരു കഴിവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത്. പക്ഷെ ഇപ്പം അച്ഛന് ചെറിയ 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 മറവികളൊക്കെ ഉണ്ട്. അപ്പൊ പഴയ പാട്ടുകളെല്ലാം അറിയായിരുന്നു. അച്ഛൻ വെക്കുന്ന കേട്ടും പാടുന്ന കേട്ടും ഒക്കെയാണ് നമ്മൾ പാട്ട് അത്രയും കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ. പക്ഷെ ഇപ്പം ചെറിയ മറവിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ പാട്ടുകളും ഒന്നും അങ്ങനെ അറിയത്തില്ല. അച്ഛന്റെ ആഗ്രഹം അല്ല, എന്തെങ്കിലും അറിയോ? ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. അമ്പല നടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. അമ്പല നടയിലും കണ്ടില്ല നിന്നെ, അരയാൽ തറയിലും കണ്ടില്ല. ആശ്രമവനത്തിലും അന്തഃപുരത്തിലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. ബ്യൂട്ടിഫുൾ, അടിപൊളി, അടിപൊളി, ഗംഭീരം. അച്ഛന് ശരിക്കും ഞാനിപ്പോ ഈ ഫ്ലോറിൽ നിൽക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ശരിക്കും. അച്ഛന്റെ ആ ഒരു ഓർമ്മ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വരാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം അച്ഛനെ ഒന്ന് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. പക്ഷെ അച്ഛൻ ഇപ്പൊ നമ്മുടെ മുമ്പില് പാടി, നമുക്ക് അത് തന്നെ ഒരുപാട് വലിയൊരു സന്തോഷമാണ്. ഇത്രയും വലിയ ജഡ്ജസിന്റെ മുമ്പിൽ അച്ഛന് പാടാൻ പറ്റി. ഓക്കെ, എന്തായാലും ആണെങ്കിലും ഭയങ്കര, അതായത് ഞാനും അനിയനും ഇങ്ങനെ പാട്ട് പഠിക്കുന്ന കാലം തൊട്ടേ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒരു നിലയ്ക്ക് എത്തണം, പാട്ടിൽ തന്നെ മുമ്പിൽ എത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മയ്ക്കും. എന്നോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും എലിമിനേഷനിൽ നിന്ന് കേറണം, നീ കേറും തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. വെറുതെ കേറിയില്ല. പിന്നത്തെ റൗണ്ടിൽ 95 മാർക്സ് ആണ് നേടിയിരിക്കുന്നത്. എന്തായാലും നിമിഷ, കൺഗ്രാറ്റുലേഷൻസ്. ഇനി അടുത്ത റൗണ്ടിൽ വരുമ്പോ ഇതിലും നന്നായിട്ട് പെർഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛാ, താങ്ക് യു അമ്മ. അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിന് ശേഷം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തിരശ്ശീലയിടുകയാണ്. എന്തൊക്കെ വൈൻഡപ്പ് ചെയ്യാന്ന്. അവൻ നല്ല മലയാളമാണ് പറഞ്ഞത്. ചേച്ചി, ഇന്നത്തെ എപ്പിസോഡിന് തിരശ്ശീല ഇന്ന് ഇട്ടില്ല, വന്നില്ല, സൈലന്റ് ആയി പോയതായിരിക്കും. ചില വാക്കുകൾ എനിക്ക് സൈലന്റ് ആയി പോവാറുണ്ട്, അറിഞ്ഞോണ്ടല്ല. എന്നാ ഈ എപ്പിസോഡിന് നമ്മൾ തിരശ്ശീല ഇടാൻ പോവുകയാണ്. അപ്പോ ഇനി അടുത്ത എപ്പിസോഡിൽ കുറച്ച് നല്ല നല്ല പാട്ടുകളായിട്ട് നല്ല നല്ല പെർഫോമൻസുകളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കണം. അപ്പൊ ജഡ്ജസ് റെഡി അല്ലേ? അല്ല, അതല്ല, അവരുടെ പാട്ട് കേൾക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറല്ലേ? റെഡിയാണ്, ആലോചിക്കട്ടെ. ഓക്കെ, എന്നുവെച്ചാൽ ഒരു കാര്യം ചെയ്യും, പോയി കിടന്നുറങ്ങി, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിക്കോളൂ. നാളെ കാലത്ത് പറഞ്ഞാൽ അടുത്ത ദിവസം പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.